ഇന്ന് നാം സംസാരിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ ഒരു മണിക്കൂറിനെ കുറിച്ചാണ്. എല്ലാ ദിവസവും നമ്മൾ ഉണർന്നെഴുന്നേറ്റതിന് ശേഷമുള്ള ആദ്യ മണിക്കൂർ. ആ ഒരു മണിക്കൂറിലെ ദിനചര്യ കൃത്യമായി പ്ലാൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ദിവസം മുഴുവൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാനാകും, കൂടുതൽ ഫോക്കസ് നേടാനാകും. ദിനം മുഴുവൻ നീണ്ടു നിൽക്കുന്ന എനർജിയിലൂടെ ഇപ്പോഴുള്ളതിലും കൂടുതൽ ഫലപ്രദമായി നമുക്ക് നമ്മുടെ സമയം വിനിയോഗിക്കാൻ സാധിക്കും. ലോകത്തിലെ വിജയികൾ, ബിസിനസ്സുകാർ, സംരംഭകർ, ക്രിയേറ്റേഴ്സ്, ഉന്നത വിജയികൾ, അത്ലറ്റുകൾ എന്നിങ്ങനെ എല്ലാവരും ഒരു കാര്യത്തിൽ ഒരുമിക്കുന്നു. അവർ ദിവസം തുടങ്ങുന്നത് കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു മോർണിംഗ് റൂട്ടീൻ കൊണ്ടാണ്. എന്തിനാണ് മോർണിംഗ് റൂട്ടീൻ? സാധാരണ നമ്മൾ പിന്തുടരുന്ന മോർണിംഗ് റൂട്ടീൻ എന്താണ്? അതിങ്ങനെയാണോ? ഫോണിലെ അലാറം കേട്ട് ഉണരുന്നു, അലാറം സ്നൂസ് ചെയ്യുന്നു, പിന്നെയും നിരന്തരം അടിക്കുന്ന അലാറം ഓഫ് ചെയ്യാൻ ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ എണീക്കുന്നു. ഫോണിൽ അലാറം ഓഫ് ചെയ്ത് ഉടൻ വാട്സപ്പോ ഇൻസ്റ്റഗ്രാമോ തുറന്നു നോക്കുന്നു, മെസ്സേജുകൾ വായിക്കുന്നു, മറുപടി അയക്കുന്നു, ഫോർവേഡായി വന്ന റീലുകൾ കാണുന്നു, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നു, ന്യൂസ് അപ്ഡേറ്റുകൾ നോക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് തിടുക്കത്തിൽ ദിനചര്യകളും വീട്ടുജോലികളും പൂർത്തിയാക്കുന്നു. ഒരുവിധം ഭക്ഷണം കഴിച്ചെന്ന് വരുത്തുന്നു, സ്കൂളിലേക്കോ ഓഫീസിലേക്കോ തിരക്കിട്ട് പോകുന്നു. ഇത്തരത്തിലാണ് നമ്മുടെ പ്രഭാതങ്ങളെങ്കിൽ ദിവസത്തിന്റെ തുടക്കത്തിലുള്ള ഈ ക്ലാരിറ്റി ഇല്ലായ്മയാണ് ദിവസം മുഴുവൻ നമ്മുടെ എനർജി ഡൗൺ ചെയ്യുന്നത്. പക്ഷേ വിജയികളുടെ മോർണിംഗ് റൂട്ടീൻ ഇങ്ങനെയല്ല. അവർക്ക് ഓരോ പ്രഭാതത്തിലും കൃത്യമായ ഫോക്കസ് ഉണ്ടാകും. ജീവിതം മാറ്റാൻ ഏറ്റവും നല്ല സമയമാണ് പ്രഭാതം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സ് ഏറ്റവും തെളിഞ്ഞിരിക്കും. നന്നായി ഉറങ്ങിക്കഴിഞ്ഞാൽ ബ്രെയിൻ ഫ്രഷ് ആയിരിക്കും. ഉണരുമ്പോൾ ചിന്തകളും ആശയങ്ങളും വ്യക്തമായി വരും. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നത് തീരുമാനിക്കാൻ ഇതാണ് ഏറ്റവും നല്ല സമയം. വിൽ പവർ ഏറ്റവും ഉയർന്ന സമയം പ്രഭാതമാണ്. രാവിലെ ഉണർന്ന ഉടൻ നമുക്ക് മെന്റൽ പവർ കൂടുതലായിരിക്കും. പുതിയ ശീലങ്ങൾ തുടങ്ങാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും ഫോണിനെ കൺട്രോൾ ചെയ്യാൻ പോലും ഇത് ഉചിതമായ സമയമാണ്. ഡിസ്ട്രാക്ഷൻസ് ഇല്ലാത്ത സമയം. വീട്ടിൽ എല്ലാവരും ബിസി ആയിട്ടില്ല, ഫോൺ നോട്ടിഫിക്കേഷൻസ് കുറവായിരിക്കും, ജോലിയോ ക്ലാസ്സോ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായി നമുക്ക് വേണ്ട കാര്യത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ സാധിക്കും. ഇതിനപ്പുറം സ്വയം നിയന്ത്രിക്കുന്നവനാണ് ഞാൻ എന്ന ഫീലിംഗ് നമുക്കുണ്ടാകും. രാവിലെ ചെറിയ കാര്യങ്ങൾ പോലും നന്നായി ചെയ്യാൻ തുടങ്ങുമ്പോൾ ബ്രെയിനിൽ ഒരു സന്ദേശം സെറ്റ് ചെയ്യപ്പെടും: ഞാൻ എൻ്റെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്ന ആളാണ്. ഈ ഒരു തോന്നൽ നമ്മുടെ പുതിയ ഐഡന്റിറ്റി ആയി മാറും. ഓരോ ദിവസവും നാം രാവിലെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മെന്റൽ ഡിസിപ്ലിൻ, ഇമോഷണൽ ബാലൻസ്, പ്രൊഡക്ടിവിറ്റി, ക്രിയേറ്റിവിറ്റി എല്ലാം ഷേപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഉണർന്നാൽ ഉടൻ ചെയ്യേണ്ട പ്രായോഗികമായ 7 കാര്യങ്ങളുടെ ഒരു പട്ടിക നമുക്ക് ചർച്ച ചെയ്യാം. ഇത് ശീലമാക്കുന്നത് നമ്മുടെ ദിവസത്തിന് ശക്തമായ ഒരു തുടക്കം നൽകും. 1. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ഫോൺ എടുക്കുന്ന ശീലം ഒഴിവാക്കുക. അലാറം സെറ്റ് ചെയ്യാൻ ഒരു ചെറിയ അലാറം ക്ലോക്ക് ഉപയോഗിക്കുക. ഉണർന്നു കഴിഞ്ഞാൽ ഉടൻ ഫോൺ എടുക്കുന്നതിലൂടെ നമ്മുടെ ശ്രദ്ധയും മനസ്സും മറ്റുള്ളവരുടെ അജണ്ടകളിലേക്കും താല്പര്യങ്ങളിലേക്കും തിരിച്ചുവിടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഫോർവേഡഡ് മെസ്സേജുകൾ, റീലുകൾ, ഇമെയിലുകൾ, വാർത്തകൾ, അപ്ഡേറ്റുകൾ എന്നിവയെല്ലാം ദിവസത്തിന്റെ ആദ്യ മണിക്കൂറിൽ നമുക്ക് ഒഴിവാക്കാം. ആദ്യ മണിക്കൂർ മറ്റുള്ളവർക്കല്ല, നമുക്കായി നൽകാം. ആദ്യ മണിക്കൂറിൽ നമ്മുടെ സ്വന്തം ദിവസത്തിന് അടിത്തറയിടാം. 2. ഒരു വലിയ ഗ്ലാസ് വെള്ളം സാവധാനം കുടിക്കുക. 7-8 മണിക്കൂർ ഉറക്കത്തിന് ശേഷം നമ്മുടെ ശരീരം ഏതാണ്ട് നിർജ്ജലീകരിക്കപ്പെട്ട അവസ്ഥയിലാകും. ഒരു വലിയ ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് എല്ലാ അവയവങ്ങളെയും സജീവമാക്കുകയും ഉപാപചയ പ്രവർത്തനത്തെ കിക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഇതോടൊപ്പം റൂമിന്റെ ജനൽ തുറന്ന് ശുദ്ധവായു ശ്വസിക്കുക. സൂര്യപ്രകാശം പതുക്കെ വ്യാപിക്കുന്നത് അനുഭവിച്ചറിയുക. പ്രകൃതിയുടെ വെളിച്ചം ശരീരഘടികാരത്തെ ക്രമപ്പെടുത്തും. സന്താപത്തെ സന്തോഷമാക്കി മാറ്റുന്ന, നമ്മുടെ മൂഡ് നന്നാക്കുന്ന സെറട്ടോണിൻ എന്ന ഹോർമോണിന്റെ ഉൽപാദനം നമ്മുടെ മനസ്സിനെ പോസിറ്റീവാക്കും. 3. ബ്രീത്തിങ് എക്സസൈസുകൾ. നിശബ്ദമായി നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുക. 4 സെക്കൻഡ് സമയം ശ്വാസം പതുക്കെ അകത്തേക്ക് എടുക്കുക. 4 സെക്കൻഡ് ശ്വാസം പിടിച്ചു വെക്കുക. 6 സെക്കൻഡ് കൊണ്ട് ശ്വാസം വിടുക. ഇങ്ങനെ 5 തവണ ചെയ്യുക. ഈ ബ്രീത്തിങ് എക്സസൈസ് നമ്മുടെ
മനസ്സിനെ ശാന്തമാക്കുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള തയ്യാറെടുപ്പ് നമുക്ക് നൽകുകയും ചെയ്യുന്നു. 4. ലഘുവായ സ്ട്രെച്ചിങ് വ്യായാമങ്ങൾ. ലളിതമായ വ്യായാമ മുറകളിലൂടെ ശരീരം സ്ട്രെച്ച് ചെയ്യാം. വീട്ടുമുറ്റത്തോ വീടിനകത്തോ നടക്കാം. തോളുകൾ, കഴുത്ത്, മുട്ടുകൾ എന്നിങ്ങനെ ശരീരത്തിലെ ജോയിന്റുകൾക്ക് വ്യായാമം നൽകുക. 10-20 മിനിറ്റുകളിൽ ചെയ്യാവുന്ന സ്ട്രെച്ചിങ് വ്യായാമങ്ങൾ യൂട്യൂബിൽ ഇഷ്ടം പോലെ ലഭിക്കും. ഇതിൽ നമുക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുത്ത് അത് പരിശീലിക്കുക. ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കും, പേശികളിലെ വീക്കം കുറയ്ക്കും, ശരീരത്തിൽ ഊർജത്തിന്റെ ഒഴുക്ക് ആരംഭിക്കും. 5. ഈ ദിവസത്തെ ലക്ഷ്യം നിശ്ചയിക്കുക. ഒരു ഡയറിയിലോ നോട്ട്ബുക്കിലോ ഇന്ന് ചെയ്തു തീർക്കേണ്ട 3 പ്രധാന കാര്യങ്ങൾ എഴുതുക. ഇത് നമ്മുടെ മനസ്സിന് ഒരു ദിശ നൽകുന്നു. എന്ത് ചെയ്യണമെന്ന് ദിവസം മുഴുവൻ ചിന്തിക്കാതെ നമ്മുടെ ഊർജം പ്രധാനപ്പെട്ട ഈ 3 കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കാം. ഇതിനായി എല്ലാ ദിവസവും ഒരു ഡയറിയും ഒരു പേനയും നമ്മുടെ ടേബിളിൽ റെഡിയാക്കി വെക്കുക. അതിലെഴുതുക: 1. ഇന്ന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി. 2. അതോടൊപ്പം ചെയ്തു തീർക്കേണ്ട മറ്റ് 2 പ്രധാന ടാസ്കുകൾ. ഇതിനോടൊപ്പം ഇന്ന് ഒഴിവാക്കേണ്ട ഒരു കാര്യം കൂടി തീരുമാനിക്കുക. അതായത് ഇന്നലത്തേക്കാൾ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കുറവ് സമയം മാത്രമേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കൂ എന്ന് തീരുമാനിക്കാം. അതല്ലെങ്കിൽ ജോലി സമയത്ത് 1 മണിക്കൂർ ഫോൺ ഓഫ് ചെയ്യുമെന്ന് തീരുമാനിക്കാം. അല്ലെങ്കിൽ ഇന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കില്ല എന്ന് തീരുമാനിക്കാം. അങ്ങനെ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന എന്തും പതിയെ ഉപേക്ഷിച്ചു തുടങ്ങാം. ഇങ്ങനെ ഒരു 5 മിനിറ്റ് പ്ലാനിംഗ് രാവിലെ തന്നെ നടത്തുന്നതിലൂടെ ദിവസത്തിൽ 3-4 മണിക്കൂർ സമയം വരെ ലാഭിക്കാൻ നമുക്ക് സാധിക്കും. ഈ സമയം നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റീവ് വർക്കിനായി ഉപയോഗിക്കാം. 6. നന്ദി പ്രകടിപ്പിക്കുക. നമുക്ക് ലഭിച്ച നേട്ടങ്ങൾ, സൗകര്യങ്ങൾ, സഹായങ്ങൾ എന്നിവ നന്ദിയോടെ മനസ്സിൽ ഓർക്കുക. ഉദാഹരണത്തിന്, എനിക്കിന്നലെ നല്ല ഉറക്കം കിട്ടി, ഇന്ന് പോസിറ്റീവായ ഒരു പുതിയ ദിവസം, എനിക്കിന്ന് ക്രിയേറ്റീവ് ആകാൻ സാധിക്കും, എനിക്ക് ആരോഗ്യമുണ്ട്. ഇത്തരം അഫർമേഷൻസ് മനസ്സിനെ പോസിറ്റീവ് ഗിയറിലേക്ക് മാറ്റും. ദിവസത്തെ ഒരു നല്ല വീക്ഷണകോണിൽ നിന്ന് കാണാൻ നമ്മുടെ മനസ്സിനെ പ്രാപ്തമാക്കും. 7. വായന. ഒരു പുസ്തകത്തിന്റെ 10 പേജ് വായിക്കുക. ദിവസവും ഒരു പുസ്തകത്തിന്റെ 10 പേജ് വായിക്കുന്ന ശീലം വളരെ ചെറുതാണെന്ന് തോന്നാം, പക്ഷേ അതിൻ്റെ പ്രഭാവം വളരെ വലുതാണ്. ഇതിലൂടെ പുതിയ അറിവുകൾ ലഭിക്കും, നമ്മുടെ ഭാഷയും ചിന്താശേഷിയും മെച്ചപ്പെടും, മനസ്സിന് ശാന്തത കിട്ടും, ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻസ് കുറയും. ഏറ്റവും പ്രധാനമായി ഈ ചെറിയ ശീലത്തിലൂടെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കും. ദിവസവും 10 പേജ് വായിക്കുന്ന ഒരു വ്യക്തി 1 വർഷം കഴിയുമ്പോൾ 3650 പേജുകൾ വായിക്കും. ഇത് 12 മുതൽ 20 വരെ പുസ്തകങ്ങൾ വായിക്കുന്നതിന് തുല്യമാണ്. അതാണ് ഈ ശീലത്തിന്റെ യഥാർത്ഥ ശക്തി. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം മുഴുവൻ തളരാതെ പ്രവർത്തിക്കാൻ വേണ്ട ഊർജം നൽകുന്നതിൽ നമ്മുടെ മോർണിംഗ് റൂട്ടീനിന് വലിയ പങ്കാണ് ഉള്ളത്. മനസ്സിനെ നിയന്ത്രിക്കാനും ഊർജം ശരിയായി വിനിയോഗിക്കാനും ശ്രദ്ധയെ ശരിയായ ദിശയിൽ കൊണ്ടുപോകാനും ഒടുവിൽ ജീവിതത്തെ തന്നെ നിയന്ത്രിക്കാനും കഴിയുന്ന സമയം പ്രഭാതമാണ്. അതുകൊണ്ട് ഒരു ശക്തമായ മോർണിംഗ് റൂട്ടീൻ എന്നത് ഒരു ശീലം മാത്രമല്ല, ദിവസം മുഴുവനുമുള്ള വിജയത്തിന്റെ അടിസ്ഥാനവും നമ്മുടെ ജീവിതം മാറ്റുന്ന ഏറ്റവും ലാഭകരമായ നിക്ഷേപവും തന്നെയാണ്.